വെള്ളം കൊണ്ട്, അതായത് ശുദ്ധജലം കൊണ്ടുള്ള അഭിഷേകം സകല കാര്യസിദ്ധിക്കും നമ്മുടെ മനഃശാന്തിക്കും വേണ്ടിയിട്ടാണ് നടത്തുന്നത്. ഇളനീർ കൊണ്ടുള്ള അഭിഷേകം ശത്രുഭയം, രോഗപീഠ ഇവ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചഗവ്യ അഭിഷേകം അത് ഭോഗസുഖങ്ങൾ എല്ലാം അനുഭവിച്ച് മുക്തി കൈവരിക്കും എന്നാണ് പറയുന്നത്. ചെറുനാരങ്ങ നീരഭിഷേകം മരണഭയമകറ്റി രോഗശാന്തി നൽകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള രോഗശാന്തിക്ക് വേണ്ടിയിട്ട് ഭഗവാന് ചില ആളുകൾ നാരങ്ങ മാല സമർപ്പിക്കാറുണ്ട്. ചില ആളുകൾ നാരങ്ങ ഒറ്റ നാരങ്ങയായിട്ട് ഭഗവാന്റെ തൃക്കൈ നാരങ്ങയായിട്ട് സമർപ്പിക്കാറുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ഇവിടെ നടത്തി വരുമോ എന്നെനിക്കറിയില്ല, തമിഴ്നാട്ടിൽ ചെറുനാരങ്ങ നീര് കൊണ്ടുള്ള അഭിഷേകങ്ങൾ നടത്താറുണ്ട്. അടുത്തത് പനിനീർ അഭിഷേകം. ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും മുക്തി നേടാനാണ് പനിനീർ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. പാലഭിഷേകം ബന്ധുബലം സിദ്ധിച്ച് ദീർഘായുസ്സോടെ വാഴാൻ വേണ്ടിയിട്ടാണ് പാലഭിഷേകം നടത്തുന്നത്. തൈരഭിഷേകം സർവമംഗളവും ഐശ്വര്യവും ഫലം വരുന്നതിനാണ് തൈര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. തേനഭിഷേകം ജ്ഞാനസമ്പാദ്യത്തിന് വേണ്ടിയിട്ടാണ് തേൻ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. നെയ്യ് അഭിഷേകം സമ്പത്ത്, വീര്യം, കീർത്തി എന്നിവ മാറാനും നമ്മളുടെ നേത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാറാനും വേണ്ടി നെയ്യ് കൊണ്ട് അഭിഷേകം നടത്തുന്നു. പഞ്ചാമൃത അഭിഷേകം സകല ആഗ്രഹവും സിദ്ധിക്കും എന്നാണ് പറയുന്നത്.